മോഹന. ഓ, നീ വന്നോ? മോഹന, ഞാൻ അറിഞ്ഞു. നീയാണല്ലേ അവനുടെ ജോലി കളഞ്ഞത്. സന്തോഷമായി. എനിക്ക് മാത്രമല്ല, ചേച്ചിയുടെ ആത്മാവും സന്തോഷിക്കുന്നുണ്ടാവും. ചുമ്മാ ഓരോന്ന് പറയല്ലേ മായ. അമ്മക്ക് എന്ത് സന്തോഷമൊന്നും? ഒരു സന്തോഷവും ഇല്ല. എന്താ മോഹന നീ പറയുന്നേ? നീയല്ലേ അവനുടെ ജോലി കളഞ്ഞത്? നീ എവിടെയായിരുന്നു ഇത്രയും ദിവസം? സത്യം പറ, നീയല്ലേ അവനുടെ ജോലി കളഞ്ഞത്? ഞാനോ? എന്താ മോഹന നീ പറയുന്നത്? ഞാനല്ല ജോലി കളഞ്ഞത്. നീയാണ് അവളുടെ ജോലി കളഞ്ഞത്. മോഹന, നിനക്ക് എന്താ പറ്റിയത്? ഞാനല്ലെന്ന് പറഞ്ഞില്ലേ? സമാധാനത്തോടെ ജീവിക്കാൻ തുടങ്ങിയത് ഞാനും ആവണി. നീ ഒറ്റ വ്യക്തി വന്നാണ് എല്ലാം നശിപ്പിച്ചത്. ഞാനോ? ഞാൻ വന്നോണ്ടാണ് നിന്റെ സമാധാനം ഇല്ലാണ്ടായത്? മോഹന, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. എന്ത് സൂക്ഷിക്കണമെന്ന്? ഒന്നും സൂക്ഷിക്കാനില്ല. നീ ഇനി ഇവിടെ നിൽക്കണ്ട. നീ പോയിക്കോ. എന്റെ അമ്മ മരിച്ചു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ എനിക്കറിയാം. ഇനി നിന്റെ ആവശ്യം ഈ വീട്ടിലില്ല. അല്ലെങ്കിൽ നീ എന്തിനാ ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കണേ? നമുക്ക് പോയിക്കൂടെ? ഈശ്വരേട്ടാ, ഇവിടെ വിളിച്ചിട്ട് പോയേ. മതി മോഹന, ഞാൻ പോവാ. പക്ഷേ നീ പറഞ്ഞ ഓരോ വാക്കും അതെന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. ഞാൻ ഇവിടെ വന്നത് എന്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ്. ആ എന്നെയാണ് നീ അപമാനിച്ചിപ്പോ ഇവിടെ ഇറക്കി വിടാൻ പോകുന്നത്. ആയിക്കോട്ടെ. എന്ത് കാണാനാ എല്ലാരും ഇവിടെ നിൽക്കുന്നത്? പോകാൻ, കടന്നു പോകാൻ. മോഹന, നീ നേരത്തെ പറഞ്ഞില്ലേ നീ എല്ലാം ആവനുടെ ജോലി കളഞ്ഞെന്ന്? നീ ഈ കാണിച്ച അഭ്യാസം ഉണ്ടല്ലോ, വേറെ വഴിയൊന്നും ഇല്ലാതെ ആവണിയായിട്ട് സന്തോഷമായി ജീവിക്കാൻ വേണ്ടിയാണെന്ന് എനിക്കറിയാം. കാരണം അവള് കഷ്ടപ്പെട്ട് നേടിയ ജോലിയാണ് നീ ആയിട്ട് ഇല്ലാണ്ടാക്കി. നീ ഇപ്പൊ കാണിക്കുന്നതല്ല, ഇതിലും വലിയ ഷോ കാണിച്ചാലും നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും ഒരുമിച്ച് ജീവിക്കില്ല. ആവണിയുടെ ജോലി കളഞ്ഞ ഞാനല്ല, അത് ഞാൻ തെളിയിക്കും. ജോലി കളഞ്ഞത് നീ അല്ലെന്ന് എനിക്കറിയാം. അപ്പൊ നീയാണല്ലേടി? കിഷോർ, നമ്മൾ നാളെ ഇറങ്ങുന്നല്ലേ പറഞ്ഞ ഇവിടുന്ന്? വേണ്ട, നമ്മൾ ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങും. ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തോ. അർജുനോടും പറയാ റെഡി ആയിരിക്കും. മായേ, സത്യം പറ, നീയല്ലേ അവളുടെ ജോലി കളയിച്ചത്? മോഹന, ആദ്യം നീ നിന്റെ നിരപരാധിത്വം തെളിയിക്കും, പിന്നെയല്ലേ ബാക്കി.